പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം പറയുകയാണ്. ഫിലിപ്പിയർ 4-ാം അധ്യായം 4-ാം തിരുവചനം. നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുക. സുപരിചിതമായ വചനമാണ് അല്ലേ? നിങ്ങളെപ്പോഴും കർത്താവിൽ സന്തോഷിക്കുകയും. അപ്പോൾ നമ്മൾ സന്തോഷത്തോടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞെങ്കിലും കുറച്ച് പേരെങ്കിലും സന്തോഷമുണ്ട് എന്ന് പുറമെ പറയുമ്പോഴും ഉള്ളിൽ കുറച്ച് വേദനകളൊക്കെ ഉണ്ടല്ലേ? ഉണ്ടോ ഇല്ലയോ? അല്ലേ? കുറച്ച് വേദനകളും ദുഃഖങ്ങളും സങ്കടങ്ങളും രോഗങ്ങളും ഒക്കെ ആയിട്ടുള്ള കുറച്ച് മേഖലകളിലൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. എന്തിനെ ഓർത്ത് സന്തോഷിക്കേണ്ടേ? രോഗത്തെ ഓർത്ത്, തകർച്ചകളെ ഓർത്ത്, വേദനകളെ ഓർത്ത്, ദുഃഖങ്ങളെ ഓർത്തൊക്കെ സന്തോഷിക്കാനായിട്ട് കർത്താവ് പറയുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ വീണ്ടും ഫിലിപ്പിയർ 3:1 കർത്താവ് പറയുകയാണ്, എൻ്റെ സഹോദരരെ നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ. വീണ്ടും കർത്താവ് പറയുകയാണ് 3:1 ഫിലിപ്പിയർ 3:1 വീണ്ടും കർത്താവ് പറയുകയാണ്, എൻ്റെ സഹോദരരെ നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ. വീണ്ടും നമ്മൾ കാണുന്നു ജോയൽ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 23-ാം തിരുവചനം. സിയോൻ മക്കളെ ആനന്ദിക്കുവിൻ, നിങ്ങളുടെ ദൈവമായ കർത്താവിൽ സന്തോഷിക്കുവിൻ. വീണ്ടും കർത്താവ് പറയുകയാണ്, സിയോൻ മക്കളെ ആനന്ദിക്കുവിൻ. ആനന്ദവും സന്തോഷവും ഒന്ന് തന്നെയാണോ? ആണോ? അല്ല, ആനന്ദം അല്ലേ, അതൊരു തലം വേറെയാണല്ലേ. ആനന്ദം എന്ന് പറയുന്നത് അല്ലേ, ആനന്ദിച്ച് ആഹ്ലാദിക്കുക അല്ലേ. ആനന്ദം ഒരു തലം വേറെ, സന്തോഷം ഒന്ന് വേറെ അല്ലേ. ഇവിടെ കർത്താവ് പറയാണ്, സിയോൻ മക്കളെ ആനന്ദിക്കുവിൻ, നമ്മുടെ ദൈവമായ കർത്താവിൽ സന്തോഷിക്കുവിൻ. വീണ്ടും നമ്മൾ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായത്തിന് 2-ാം തിരുവചനം. എൻ്റെ സഹോദരരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. ഇത് അത്ര എളുപ്പമുള്ള കാര്യമാണോ? പറഞ്ഞേ, അത്ര എളുപ്പമാണോ? എളുപ്പമായിട്ട് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടോ? വിവിധ പരീക്ഷകൾ, ചെറിയ പ്രതിസന്ധികൾ, പരീക്ഷകളിലൂടെ ഒക്കെ കടന്നു പോകുന്ന ശുശ്രൂഷകരുണ്ട്, അല്ലാത്തവരുണ്ട്, കുടുംബജീവിതക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ ഈ പരീക്ഷകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്ന് പറയാനായിട്ട് കുറച്ച് പേർക്കൊക്കെ സാധിക്കുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഭൂരിപക്ഷം പേർക്കും എന്ത് പറയാൻ പറ്റില്ല, സന്തോഷത്തോടെ ആയിരിക്കാൻ പറ്റില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, അപ്പോൾ കർത്താവ് പറയുകയാണ് നമ്മളോട് സന്തോഷിക്കണം, സന്തോഷത്തോടെ ആയിരിക്കണം. ഇതുപോലുള്ള പ്രതിസന്ധികൾ, പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോഴും നിങ്ങൾ സന്തോഷിക്കണമെന്ന് കർത്താവ് നമ്മൾ പറയുമ്പോഴും നമ്മുടെയൊക്കെ ജീവിതം എടുക്കുമ്പോൾ നമുക്കറിയാം, ആത്മാർത്ഥമായിട്ട് സന്തോഷിക്കാനായിട്ടോ സമാധാനത്തോടെ ആയിരിക്കാനോ നമുക്കാർക്കും അത്ര എളുപ്പത്തിൽ പറ്റാറില്ല. യാഥാർത്ഥ്യം അതാണോ അല്ലയോ? അല്ലേ? അപ്പോൾ ഇന്നത്തെ സമൂഹം, പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തെക്കുറിച്ച് മാത്രം നമുക്ക് നോക്കിയാൽ മതി. നമ്മുടെ ക്രിസ്തീയ സമൂഹത്തിലൂടെ കർത്താവ് പറയുന്ന വചനം ഇത്, നിങ്ങളെപ്പോഴും സന്തോഷത്തോടെ സന്തോഷിക്കുക എന്നൊക്കെ പറയുമ്പോഴും ഇന്ന് ക്രിസ്തീയ സമൂഹത്തെ നമ്മൾ മാറ്റി നിർത്തി നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്തീയ സമൂഹത്തിന് ഈ സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, നമ്മളിൽ കുറച്ച് പേർക്ക്, ചില കുടുംബങ്ങൾക്ക് പ്രത്യേകമായിട്ട് കർത്താവിനെ വിളിച്ച് വേർതിരിച്ച് അല്ലെങ്കിൽ ദൈവ വചനത്തിൽ ആഴപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെ കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ ക്രിസ്തീയ സമൂഹത്തെ ഇന്ന് എടുത്തു നോക്കുമ്പോൾ ഈ ഒരു സന്തോഷത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കുന്നുണ്ടോ ഇല്ലയോ? അല്ലേ? ഇന്ന് ക്രിസ്തീയ സമൂഹം നമുക്കറിയാം മാറ്റപ്പെട്ടു അല്ലേ, തള്ളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആണോ അല്ലയോ? എവിടെ ചെന്നാലും ഏറാ അല്ലേ? ക്രിസ്ത്യാനിക്കായിട്ടാണ് ഏറ് മുഴുവൻ. ആണോ അല്ലയോ? ഒരു ഗവൺമെൻറ് ഓഫീസിൽ ചെന്ന് നോക്കിയോ, നമ്മുടെ ബയോഡാറ്റയും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി നമ്മുടെ പേര് നോക്കി കഴിയുമ്പോൾ അത് മാറ്റി അങ്ങോട്ട് വയ്ക്കും. ആണോ അല്ലയോ? അതേസമയം മറ്റ് സമുദായത്തിലുള്ളവർക്കൊക്കെ ഈസി ആയിട്ട് കയറിപ്പോകാൻ പറ്റുന്നുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഞാൻ പറഞ്ഞത് നുണയാണോ ശരിയാണോ? ആണോ അല്ലയോ? മാറ്റി നിർത്തപ്പെടുന്നുണ്ടോ ഇല്ലയോ? അതുപോലെ നമ്മുടെ ക്രിസ്തീയ സഭ പീഡിപ്പിക്കപ്പെടുന്ന പോലെ മറ്റേതെങ്കിലും സമുദായമോ മറ്റേതെങ്കിലും സഭ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പോൾ നോക്കുക, ക്രിസ്തീയ ജീവിതത്തിൻ്റെ, ക്രിസ്തീയ സമൂഹത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇന്നത്തെ കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ അത്ര സുഖകരമായൊരവസ്ഥയാണോ? സന്തോഷിക്കാൻ പറ്റുന്നൊരവസ്ഥയാണോ പോകുന്നത്? അപ്പം ഇതിനെക്കുറിച്ച് തിരുവചനം നമ്മളോട് എന്താ പറയുന്നത്? എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? അല്ലെങ്കിൽ നമ്മുടെ സമൂഹം, കാരണം
പിതാവായ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത അവിടുത്തെ ജനമാണ് ആര്? ഇസ്രായേൽ ജനം, അല്ലേ? ഇസ്രായേൽ ജനം. നമ്മൾ പഴയ ഇസ്രായേൽ, തിരഞ്ഞെടുക്കപ്പെട്ട പഴയ ഇസ്രായേൽ. ഇന്നത്തെ ഇസ്രായേൽ ആരാ? നമ്മൾ ഓരോരുത്തരും ഇന്നത്തെ ഇസ്രായേൽ ആണോ അല്ലയോ? അപ്പൊ തിരഞ്ഞെടുക്കപ്പെട്ട കർത്താവിന്റെ ജനമായ പുതിയ ഇസ്രായേലായ നമ്മൾ ഇന്ന് ഏറ്റവും ഞെരുക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ചിന്തിക്കുമ്പോൾ എന്താണ് കാരണം? പല കാരണങ്ങൾ നമുക്ക് പറയാനുണ്ടാവും, അല്ലേ? ഒത്തിരി കാരണങ്ങളുണ്ട് നമുക്ക് പറയാനായിട്ട്. അതിൽ ഒരു കാരണമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു തന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു കാരണമല്ല, പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് ജെറമിയ പ്രവചനം 2-ാം അധ്യായം 13-ാം തിരുവചനം. എന്തെന്നാൽ എൻ്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു. ജീവജലത്തിന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. മതി. ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. അപ്പൊ ദൈവമായ കർത്താവ് നമ്മളെ നോക്കി പറയുകയാണ്, നമ്മൾ ഓരോരുത്തരെയും നോക്കി പറയുകയാണ്. ജെറമിയ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 13-ാം തിരുവചനത്തിലൂടെ പറയുക, എൻ്റെ ജനം, ഞാൻ തിരഞ്ഞെടുത്ത, ഞാൻ സ്നേഹിക്കുന്ന, ഞാൻ പ്രത്യേകമായി വിളിച്ച എൻ്റെ ജനം, എൻ്റെ സ്വന്തം മകൻ അല്ലെങ്കിൽ എൻ്റെ മകള്, എൻ്റെ കുടുംബം, എൻ്റെ മക്കള്, അവര് എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു. ആണോ അല്ലയോ? സംഭവിക്കുന്നുണ്ടോ ഇല്ലയോ? ക്രിസ്തീയ സമൂഹത്തെ മുഴുവൻ എടുത്തു നോക്കുക. ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ഈ ലോക ജീവിതത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നെട്ടോട്ട് ഓടുന്ന ക്രിസ്തീയ സമൂഹമല്ലേ നമുക്ക് കാണാൻ പറ്റുന്നത്? ആണോ അല്ലയോ? അല്ലേ? ചിന്തിച്ചു നോക്കുക. അപ്പൊ കർത്താവ് പറയുകയാണ്, എൻ്റെ ജനം അവർ 2 തിന്മകൾ പ്രവർത്തിച്ചു. ഒന്ന്, ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ച് കളഞ്ഞു. അപ്പൊ ദൈവത്തെ ഉപേക്ഷിച്ച് കളഞ്ഞതിലൂടെ ഇന്ന് ക്രിസ്ത്യാനി അല്ലെങ്കിൽ ദൈവം തെരഞ്ഞെടുത്ത ജനം മാറ്റി നിർത്തപ്പെടുന്നതിൻ്റെ ഒന്നാമത്തെ കാരണമായിട്ട് വരുന്ന എന്താണ്? നമ്മുടെ സൃഷ്ടാവും രക്ഷകനും പരിപാലകനുമായ ആ ദൈവത്തെ നമ്മൾ ഉപേക്ഷിച്ച് ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തിയിട്ട് നമ്മൾ ഈ ലോകത്തിൻ്റെതായിട്ട് നേട്ടങ്ങൾക്ക് വേണ്ടി ഓടുകയാണ്. അതാണ് കർത്താവ് പറഞ്ഞ്, ജലം നൽകാൻ കഴിയില്ല, ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകളെ കുഴിച്ചിട്ട് ദൈവജനം, എൻ്റെ ജനം മറ്റൊക്കെയോ ഇതൊക്കെയോ വഴിക്ക് കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, ദൈവം നമ്മളെ നയിച്ചതും നമുക്ക് ജന്മം നൽകിയതും നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമുക്ക് രൂപം നൽകിയതും ഇന്ന് വരെ നമ്മളെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നതുമായ സർവശക്തനായ ദൈവത്തെ വിട്ടുപേക്ഷിച്ച് കഴിയുമ്പോൾ നമുക്കറിയാം പിന്നെ ഏതെല്ലാം മേഖലകളിലേക്കാണ് ആ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയുടെ അല്ലെങ്കിൽ ഒരു കർത്താദാസന്റെ അല്ലെങ്കിൽ ഒരു കർത്താവിനെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഒരു കുടുംബത്തിന്റെ അവസ്ഥ പോകുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒന്നാമത്തെ ഒരു കാരണമായിട്ട് നമുക്ക് കാണാൻ പറ്റും. 1 തിമോത്തി 6:10 കർത്താവ് പറയുകയാണ്, ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ചിന്തിച്ചിട്ടുണ്ടോ? ആണോ? ശരിയാണോ? വചനം പറയുന്നത് ശരിയാണോ അല്ലയോ? കർത്താവിൻ്റെ തിരുവചനം പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്. 1 തിമോത്തി 6:10 തിരുവചനം പറയുകയാണ്, ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിച്ചു നോക്കുക. ചിലപ്പോൾ ഞാൻ പറയും, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരും ഇരിക്കുന്നവരൊക്കെ പറയുമായിരിക്കാം, അങ്ങനെയുള്ള കാര്യം ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് അങ്ങനെ ധനത്തെക്കുറിച്ചുള്ള വലിയ മോഹമൊന്നുമില്ല എന്ന് പറയുമെങ്കിലും പ്രിയപ്പെട്ടവരെ, നമുക്ക് ചിന്തിച്ചു നോക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലുള്ള നമ്മുടെ മക്കൾ, അല്ലെങ്കിൽ കൊച്ചുമക്കളുടെ കാര്യം വിട്ടേക്ക്, ഇപ്പോൾ നമ്മുടെ മക്കൾ, നമ്മുടെ തലമുറയിലൊക്കെ ആയിരിക്കുന്ന മക്കൾ പഠിച്ചു കഴിഞ്ഞ് ഇന്ന് നമ്മുടെ നാട്ടിലുണ്ടോ? ഉണ്ടോ? എത്ര പേരുണ്ട്? ഒരു കുടുംബത്തിൽ എത്ര പേരുണ്ട്? അപ്പനെ അമ്മേനെയും ശുശ്രൂഷിക്കാനും അപ്പൻ്റെ അമ്മയുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് കൂടെ എത്ര മക്കളുണ്ട്? അപ്പൊ ഈ മക്കൾ എങ്ങോട്ട് പോയി? ഇറ്റലിക്ക് പോയി, ജർമ്മനിക്ക് പോയി, അമേരിക്കയ്ക്ക് പോയി, ഓസ്ട്രേലിയക്ക് പോയി, കാനഡയ്ക്ക് പോയി, അല്ലേ? UK-ക്കെല്ലാം പോയി. അപ്പൊ മക്കൾ ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ ഈ മക്കൾ എന്തിനാ പോയിരിക്കുന്നത്?
അത് ദൈവരാജ്യം അന്വേഷിച്ച് പോയതാണോ? ദൈവത്തെ അന്വേഷിച്ച് പോയതാണോ? ഈ അപ്പനമ്മയ്ക്ക് കഞ്ഞി തരാനായിട്ട് അവിടെ പോയിരുന്ന് കഞ്ഞി സ്പൂണിൽ കോരി തരാൻ പോയതാണോ? എന്തിനു പോയതാ? സമ്പാദിക്കാനായിട്ട്, അല്ലേ? അപ്പോൾ ധനമോഹം ഉണ്ടോ? ഉണ്ട്. അപ്പോൾ കർത്താവിൻ്റെ വചനം പറയാണ്, ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ്? നമ്മൾ നോക്കുമ്പോൾ ഈ ദേശത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ജോലിക്കുള്ള സാധ്യതയില്ല, ജോലി ചെയ്താൽ ശമ്പളം കിട്ടത്തില്ല, ചോദിക്കുന്നത് ഇപ്പോൾ അവിടെ കിട്ടുന്നതിൻ്റെ 4 പോലും ഇവിടെ കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ കാര്യമുണ്ടോ? കാര്യമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ധനസമ്പാദനം. അപ്പോൾ ഈ ധനസമ്പാദനം നമ്മളുടെയൊക്കെ ലക്ഷ്യമായി തീർന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മൾ ചുറ്റോട് ചുറ്റൊന്ന് കണ്ണോടിച്ച് നോക്കുക. മണിമാളികൾ ഇഷ്ടംപോലെ ഉണ്ട്, അല്ലേ? 1000, 2000, 3000, 5000, 10000 വീതം സ്ക്വയർ ഫീറ്റുകളുള്ള വീടുകൾ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട്. എത്ര പേരുണ്ട് അതിനകത്ത്? എത്ര പേരുണ്ട്? അടിച്ചു തുടങ്ങാൻ വരുന്ന ജോലിക്കാരനും ഉണ്ടാവും. ചിലപ്പോൾ അവിടെ കഞ്ഞി വെച്ച് കൊടുക്കാൻ, അപ്പനമ്മയ്ക്ക് കഞ്ഞി വെച്ച് കൊടുക്കാൻ എല്ലാ വീട്ടിലും ഇല്ല, ഒരു ജോലിക്കാരി ഉണ്ടാവും, അല്ലേ? പിന്നെ ചില വീട്ടിലൊരു പട്ടിയും കാണും. പിന്നെ ചില വീടുകളിൽ ഒരു കാറും ഡ്രൈവറും കൂടെ കാണും, ഞാൻ ഇവരെ കൊണ്ടൊന്ന് പോകാനൊക്കെ ആയിട്ട്. ഇത്രയും പേർക്ക് താമസിക്കാനാണ് 10000 സ്ക്വയർ ഫീറ്റുള്ള വീട്. അപ്പോൾ മക്കൾ പോയി സമ്പാദിച്ച് വീടും പണിത് അതിൽ സുരക്ഷിതരായിട്ട് താമസിപ്പിച്ചേക്കാണ്. ആരെ? അപ്പനെ അമ്മേനെ. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കുക. ധനമോഹം, അതായത് നമ്മൾക്കറിയാം ഒരു മനുഷ്യന് ഏറ്റവും ജീവിതത്തിൽ ആവശ്യമായ കാര്യങ്ങൾ എന്ന് പറയുന്ന 3 കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ. എന്തൊക്കെയാണ്? ആഹാരം, അല്ലേ? 2 വസ്ത്രം, 3 പാർപ്പിടം. ഇതിനപ്പുറത്തൊരു മനുഷ്യന് എന്തെങ്കിലും ആവശ്യമുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇതിനു വേണ്ടിയാണ് ഈ പറയുന്ന മക്കൾ നമ്മളെല്ലാവരും നെട്ടോട്ടം ഓടുന്നത്. എത്ര നേരം കഴിക്കാൻ പറ്റും? ഒരു മനുഷ്യനെ? 3 നേരം അല്ലെങ്കിൽ 4 നേരം. അതിനപ്പുറത്ത് കഴിക്കാൻ പറ്റുമോ? 4 നേരത്തെ ആഹാരം കഴിക്കാനായിട്ട് എത്ര രൂപ വേണം ഒരു ദിവസം? എത്ര രൂപ വേണം ഒരു ദിവസം 4 നേരത്തെ ആഹാരം കഴിക്കാനായിട്ട്? ഇപ്പം 5 സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണം ആയിക്കോട്ടെ, കണക്കൂട്ടിക്കും. എത്ര രൂപ വേണം? 1000 രൂപ, 2000 രൂപ, അല്ലേ? ഓക്കെ, 2000, 1000 എത്രയെങ്കിലും ആവട്ടെ, അത്രയും മതി. അപ്പോൾ ദൈവത്തിൻ്റെ തിരുവചനം നമ്മളോട് പറഞ്ഞു വയ്ക്കുകയാണ്, ഒരു പുരുഷായുസ് എന്ന് പറയുന്നത് എത്ര വർഷമാണെന്ന് പറഞ്ഞേക്കാം? 70, ഏറിയ 80. അപ്പോൾ 70 ഏറിയാൽ 80 എന്ന് പറയുമ്പോൾ ഇന്ന് ഞാനെന്ന് പറയുന്ന വ്യക്തി 60-കാരനാണെന്ന് വിചാരിക്കുക. 60-ലേക്ക് എത്തിയില്ല കേട്ടോ. 60-കാരനാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ കർത്താവിൻ്റെ വചനം പറയുന്ന അനുസരിച്ച് എത്ര വർഷമുണ്ട് ഇനി? 20 വർഷമുണ്ട്, അല്ലേ? 20 വർഷം എന്ന് പറയുന്നത് എത്ര ദിവസമാണ്? അതിന് ആർക്കും കണക്കറിയത്തില്ലേ? ഒരു വർഷം എത്ര ദിവസമാണ്? 365. അപ്പം 10 വർഷമോ? 3600. അപ്പം 20 വർഷമോ? 7300 പോലെ, അല്ലേ? 7300 ദിവസം അനുവദിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുക. ഉറപ്പുണ്ടോ? ഉറപ്പില്ല, പക്ഷെ ഇനി വിചാരിക്കുക. അപ്പോൾ ഈ 7300-ല് 10 വർഷവും എന്ത് സംഭവിക്കുന്നുണ്ട്? 10 വർഷം എന്നായിട്ട് മാറും? ഉറങ്ങിപ്പോകുന്നേ ആണോ അല്ലയോ? ഒരു ദിവസത്തിൻ്റെ പകുതി ഉറങ്ങണ്ടേ? അപ്പോൾ പോയിട്ട് എത്ര ദിവസം ഉണ്ട്? അപ്പോൾ 20 വർഷത്തിൽ 10 വർഷം ഉറക്കത്തിലേക്ക് പോകും. പോയിട്ട് പ്രവർത്തിക്കാൻ കിട്ടുന്ന വർഷം എത്രയുണ്ട്? 10 വർഷം. ഈ 10 വർഷത്തിൽ എത്ര മണിക്കൂർ നമുക്ക് നിക്ഷേപം സ്വർഗത്തിൽ കണ്ടെത്താനായിട്ട് നമ്മൾ മാറ്റിവെക്കുന്നുണ്ട്? 24 മണിക്കൂർ സമയത്തിൽ ഇന്നിപ്പോൾ നമ്മൾ ഈ കൂട്ടായ്മയിൽ വന്നിരിക്കുന്നു. 2 മണിക്കൂർ വന്നിരുന്നാൽ, അല്ലെങ്കിൽ 2.5 മണിക്കൂർ വന്നിരുന്നാൽ, അല്ലെങ്കിൽ 2 മണിക്കൂർ 40 മിനിറ്റ് വന്നിരുന്നു കഴിഞ്ഞാൽ ഈ ദിവസത്തിൽ ദശാംശമായി. ആണോ അല്ലയോ? ആയി. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ദൈവരാജ്യത്തെ അന്വേഷിച്ചുകൊണ്ട് എൻ്റെ ഇനിയുള്ള ജീവിതത്തിൽ എനിക്ക് സ്വർഗം വേണം എന്നുള്ള ചിന്തയോടെ നമ്മളുടെ നിക്ഷേപം സ്വർഗത്തിൽ ആയി തീരുവാൻ വേണ്ടി
നമ്മൾക്ക് എത്ര മണിക്കൂറുകൾ മാറ്റിവെക്കാൻ പറ്റുന്നുണ്ട്? ചിന്തിക്കാറുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? ഇനി എത്ര ദിവസം ഉണ്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. പേടിപ്പിക്കാനൊന്നും പറയുമല്ലോ കേട്ടോ, സോറി. പ്രിയപ്പെട്ടവരെ, ഇപ്പം നമ്മൾ പറഞ്ഞു വന്നതാണ്, ഇന്ന് ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ധനം സമ്പാദിക്കുക, സുഖഭോഗങ്ങൾ, മറ്റുള്ളവരോട് കിടപിടിക്കുന്നതിലും അതിലും മേളിലുള്ള ഒരു അവസ്ഥയിൽ നിൽക്കണം എന്നുള്ള ഒരൊറ്റ ചിന്തയിലൂടെ ആദ്യമായിട്ട് അവൻ എന്തിലേക്ക് മാറി? അവൻ്റെ ചിന്ത ഇതിലേക്ക് മാറി, ധനമോഹത്തിലേക്ക് കടന്നു പോയപ്പോൾ ഒന്ന് കൊളോസസ് 3-ാം അധ്യായത്തിൻ്റെ 5-ാം തിരുവചനം, അതുകൊണ്ട് നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം അസാൻമാർഗികത, അശുദ്ധി, മനക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന തന്നെയായ അവിടെ എന്താ വായിച്ചു കേട്ടെ? ഇപ്പം നമ്മൾ ആരെങ്കിലും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നുണ്ടോ? ഉണ്ടോ? അപ്പൊ ഇവിടെ തിരുവചനം എന്നാ പറഞ്ഞു? ഈ തിരുവചനം ഇപ്പൊ എന്നാ പറഞ്ഞു? വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി. ദ്രവ്യത്തെ കുറിച്ച് ആഗ്രഹമുണ്ടോ ഇല്ലയോ? പണം മാത്രമല്ല, സ്ഥാനമാനങ്ങള്, അപ്പുറത്തെ വീട്ടിലെ അവർ പണിതതുപോലെ തന്നെ വീട് വേണം, അവരുപയോഗിക്കുന്ന പോലത്തെ കാറ് വേണം, അതിൽ മുന്തിയ കാറ് വേണം. ആഗ്രഹമുണ്ടോ ഇല്ലയോ? ചിന്തിക്കാറുണ്ടോ ഇല്ലയോ? ദ്രവ്യാഗ്രഹമാണോ? അപ്പൊ കർത്താവിന്റെ വചനം എന്നാ പറഞ്ഞേ? വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി. ഇപ്പൊ വിഗ്രഹാരാധന ഉണ്ടോ? എന്നോട് പറയണ്ട കേട്ടോ, ചിന്തിച്ചാ മതി. ഉണ്ടോ ഇല്ലയോ? ഇല്ല. ഹല്ലേലൂയ. ഇല്ല എന്ന് പറഞ്ഞു, ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വചനം പറയുകയാണ്, ഈ ഒരു വ്യക്തി, ഞാനായിക്കോട്ടെ, നിങ്ങളായിക്കോട്ടെ, ആരായിക്കോട്ടെ, ദൈവം നമുക്ക് ദ്രവ്യത്തെക്കുറിച്ച്, ഈ ലോകത്തിന്റെ ദ്രവ്യത്തെക്കുറിച്ചുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഉത്കണ്ഠയോ ആകുലതയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, കർത്താവ് പറയുകയാണ്, തിരുവചനത്തിലൂടെ പറയുകയാണ്, അത് വിഗ്രഹാരാധനയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വിഗ്രഹാരാധന നമ്മൾ സാധാരണ ചിന്തിക്കുമ്പോൾ നമ്മളാരും വീട്ടിൽ വേറെ വിഗ്രഹങ്ങളൊന്നും കൊണ്ടുവച്ച് ആരാധിക്കുന്നില്ല എന്നൊക്കെ പറയുമെങ്കിലും, പ്രിയപ്പെട്ടവർ, ഈ ധനമോഹം എന്ന തിന്മയുടെ ആ ആധിപത്യത്തിലൂടെ കർത്താവിനെ ഉപേക്ഷിച്ച് കഴിയുമ്പോൾ ആദ്യമായി നമ്മളിൽ കടന്നു വരുന്ന ധനമോഹത്തിൻ്റെ മേഖലയിലൂടെ കടന്നു പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, കുറച്ച് പേരെങ്കിലും കടന്നു പോകുന്ന ഒരു മേഖലയുണ്ട്. എന്താണത്? എന്ത് മേഖലയാണ്? അതായത് ധനം സമ്പാദിക്കണം, നല്ലത് വീട് പണിയണം. അപ്പോൾ വിവേകം നഷ്ടപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങി കഴിയുമ്പോൾ അധികം താമസിയാതെ എന്ത് സംഭവിക്കുന്നുണ്ട് സമൂഹത്തിൽ? കടക്കെണിയിലേക്ക് വഴുതി വീഴുന്നുണ്ട് കുടുംബങ്ങൾ. ഉണ്ടോ ഇല്ലയോ? വിവേകമില്ലാതെ ഈ ഒരു ആഡംബര ഭ്രമത്തിൽ ഇതിലേക്ക് വീണു പോകുന്ന കുടുംബങ്ങൾ കടക്കെണിയിലേക്ക് വീണു പോവുക. ഈ കടക്കെണിയിലേക്ക് വീണ് കഴിയുമ്പോൾ പിന്നെ അവർ ഓടാൻ തുടങ്ങും. എങ്ങോട്ടാണ് ഓടുന്നേ? അല്ലേ? കൂടുതലും ധ്യാന കേന്ദ്രങ്ങളിലേക്ക് ഓടും, അച്ഛന്മാരുടെ അടുത്തേക്ക് ഓടും, ബ്രദർമാരുടെ അടുത്തേക്ക് ഓടും, സിസ്റ്റർമാരുടെ അടുത്തേക്ക് പോകും. എവിടെയൊക്കെ പ്രാർത്ഥന നടക്കുന്നുണ്ടോ അവിടെയൊക്കെ പോകാൻ തുടങ്ങും. പക്ഷേ വിടുതൽ കിട്ടുമോ? അവിടെ എന്താണ് കർത്താവ് പറയുന്നത്? നമ്മളിലെ ഈ പറയുന്ന വിഗ്രഹാരാധനയായി മാറിക്കഴിഞ്ഞ്, വിഗ്രഹമായി മാറിക്കഴിഞ്ഞ്, എന്ത് സമ്പത്ത്, ധനം നമ്മൾക്ക് വിഗ്രഹമായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ എന്തിനു മാറ്റണം? അപ്പൊ കർത്താവ് പറയാണ്, നമ്മൾ ഈ ധനമോഹത്തിലേക്ക് വീണ് കഴിഞ്ഞു കഴിയുമ്പോൾ, ഇതേ രീതിയിൽ പ്രവർത്തിച്ചു കഴിയുമ്പോൾ, ബ്രദർ പറഞ്ഞു ധ്യാന കേന്ദ്രങ്ങളിലേക്ക് ഓടും. പക്ഷേ ഒരു വിഭാഗം ആൾക്കാർ ഇന്ന്, പ്രിയപ്പെട്ടവരെ, എങ്ങോട്ടാ ഓടുന്നേ എന്ന് പറഞ്ഞേ? ശരിയാ, പറഞ്ഞു, കറക്റ്റാ പറഞ്ഞേ. മന്ത്രവാദികളുടെ അടുത്തേക്ക്, ശകുനക്കാരൻ്റെ അടുത്തേക്ക്, ജ്യോത്സ്യന്മാരുടെ അടുത്തേക്ക്, ഇതിൻ്റെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് ഒരു വിഭാഗം ആൾക്കാർ ഓടുന്ന ഓട്ടം എങ്ങോട്ടാണ്? ആണോ അല്ലയോ? പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഇസ്രായേൽ ജനം, ദൈവം തെരഞ്ഞെടുത്ത ഇസ്രായേൽ ജനം തങ്ങളുടെ എന്ത് കുഴപ്പം കൊണ്ടാണ്,
അടിമത്തത്തിലേക്ക് പോകാനിടയായത്? എന്ത് കാര്യം കൊണ്ടാണ്? എസെക്കിയേൽ 39:23-24 തിരുവചനത്തിൽ പറയുകയാണ്, ഇസ്രായേൽ ഭവനം തങ്ങളുടെ ദുഷ്പ്രവൃത്തികൾ മൂലമാണ് അടിമത്തത്തിൽ അകപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പുതിയ ഇസ്രായേലായ നമ്മൾ ഈ പറയുന്ന സാമ്പത്തിക അടിമത്തത്തിലേക്കും അന്യദൈവ ആരാധനയുടെ അടിമത്തത്തിലേക്കും കടന്നു പോകുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എന്ന് കർത്താവ് പറയുകയാണ്. എന്തുകൊണ്ടാണെന്ന് പറയുന്നത്? ദുഷ്പ്രവൃത്തികൾ മൂലം. എന്താണ് ദുഷ്പ്രവൃത്തികൾ? അവർ അവിശ്വസ്തമായി എന്നോട് പെരുമാറി, അതുകൊണ്ട് ഞാൻ അവരിൽ നിന്ന് മുഖം മറച്ച് അവരെ ശത്രുക്കളുടെ പിടിയിൽ ഏൽപ്പിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കുക, നമ്മളുടെയൊക്കെ കുടുംബങ്ങളിൽ ഈ ഒരു കാര്യം സംഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാൻ. ദുഷ്പ്രവൃത്തികൾ മൂലം അടിമത്തത്തിലേക്ക്, സാമ്പത്തിക അടിമത്തം, അതുപോലെ തിന്മയുടെ അടിമത്തം, മറ്റ് നിരവധിയായ അടിമത്തങ്ങളിലേക്ക് ഇന്ന് ക്രിസ്ത്യാനി കടന്നു പോകുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അവൻ സത്യദൈവത്തെ വിട്ട്, ഏകസത്യ ദൈവം, ആകാശത്തിന് കീഴേ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഒരേ ഒരു നാമം ഏതാണ്? ഈശോ എന്ന നാമം. ആ നാമത്തെ വിട്ട്, ജീവന്റെ ഉറവയായ കർത്താവിനെ വിട്ട് അന്യ ദൈവങ്ങളുടെ പുറകെ പോയപ്പോൾ, അവിടെ പോയി പ്രശ്നം വയ്ക്കാനും ശകുനക്കാരനെ കാണാനും ഒക്കെ കടന്നു പോയപ്പോൾ എന്ത് സംഭവിച്ചു? തകർച്ചകളിൽ നിന്ന് തകർച്ചകളിലേക്ക് ആര് കടന്നുപോയി? ഇന്ന് ക്രിസ്തീയ സമൂഹം, ക്രിസ്തീയ വീടുകൾ കടന്നു പോയിട്ടുണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞേ. ശരിയാണോ ഞാൻ പറയുന്നത്? അതേ വെറുതെ പറയുന്നതാണോ? ഇന്ന് എത്ര ക്രിസ്തീയ കുടുംബങ്ങളുണ്ട് അടിയുറച്ച് വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് ഈ തകർച്ചകളെ അതിജീവിക്കാനായിട്ട് അടിയുറച്ച് നിൽക്കുന്ന എത്ര ക്രിസ്തീയ കുടുംബങ്ങളുണ്ട്? നമ്മൾ ചിന്തിച്ചു നോക്കുക. പ്രിയപ്പെട്ടവരെ, ഒന്ന് കർത്താവ് പറഞ്ഞു, ഒന്ന് ദൈവത്തെ അവർ ഉപേക്ഷിച്ചു, രണ്ട് ഈ ധനമോഹത്തിലേക്ക്, ദ്രവ്യാഗ്രഹം തന്നെയായ വിഗ്രഹാരാധനയിലേക്ക് കടന്നുപോയപ്പോൾ കർത്താവ് അവരെ എന്തിനു വിട്ടുകൊടുത്തു എന്നാ പറഞ്ഞേ? അവരുടെ ദുഷ്ടതയ്ക്ക് തന്നെ വിട്ടുകൊടുത്തു എന്ന് കർത്താവ് നിങ്ങൾ പറയുകയാണ്. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കർത്താവ് പറയുക, ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 31-ാം തിരുവചനത്തിൽ, നിങ്ങൾ മന്ത്രവാദികളെയും ശകുനക്കാരെയും സമീപിച്ച് അശുദ്ധരാകരുത്. അപ്പോൾ ബ്രദറിലൂടെ നമ്മൾ കേട്ടു, എങ്ങോട്ട് പോയി? ഒരു വിഭാഗം ആൾക്കാർ ആരുടെ അടുക്കിലേക്ക് പോയി? മന്ത്രവാദികളുടെയും ശകുനക്കാരുടെയും അടുക്കിലേക്ക് പോയി. ഇപ്പൊ കർത്താവ് പറയാണ്, നിങ്ങൾ അവരുടെ അടുക്കൽ പോയിട്ട് എന്താവരുത്, എന്ത് ചെയ്യരുത്? അശുദ്ധരാകരുത്. ലേവ്യരുടെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 6-ാം തിരുവചനം, ആരെങ്കിലും മന്ത്രവാദികളുടെയും കൂടോത്രക്കാരുടെയും പുറകെ പോയി അന്യദേവന്മാരെ ആരാധിച്ചാൽ അവനെതിരെ ഞാൻ മുഖം തിരിക്കുകയും അവനെ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിച്ച് കളയുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ തലമുറയിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കി. ഉണ്ടോ? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടവരുണ്ടോ നമ്മുടെ കുടുംബങ്ങളിൽ? ഉണ്ടോ ഇല്ലയോ? ഇല്ല. ആരുടെയില്ല? ആരും കേട്ടിട്ടില്ല അങ്ങനെ ഒരു സംഭവത്തെ പറ്റി? ഇല്ലേ? അവരോട് പറയുന്നു ഉണ്ട്. നമുക്കറിയാം, അവർ തന്നെ നമ്മുടെ സ്വജനത്തിൽ നിന്ന് തന്നെ മാറ്റപ്പെട്ടു പോയ അനേക സഹോദരങ്ങളെ നമുക്കറിയാം, അനേക വ്യക്തികളെ നമുക്കറിയാം, അനേക കുടുംബങ്ങളെ നമുക്കറിയാം. അതിന് കാരണമായി തീർന്ന എന്താണ്? അവരെന്ത് ചെയ്തു? അവർ ആരുടെ അടുക്കിലേക്ക് ഓടി? ഒരു തകർച്ച വന്നപ്പോൾ ദൈവത്തെ വിട്ടുപേക്ഷിച്ച് അവർ വേറെ വഴിയെ പോയപ്പോൾ അവരെങ്ങോട്ട് ഓടി? പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് എങ്ങോട്ട് ഓടി? മന്ത്രവാദികളുടെയും കൂടോത്രക്കാരുടെയും പുറകെ പോയപ്പോൾ അവര് എവിടെ നിന്ന് തന്നെ വിച്ഛേദിക്കപ്പെട്ടു പോയി? ആ ദേശത്തു നിന്നും, അല്ലേ? ആ ദേശത്തു നിന്ന് തന്നെ അവർ വിച്ഛേദിക്കപ്പെട്ടു പോയി. ചിന്തിച്ചു നോക്കുക, നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ഇവിടെ സഹോദരങ്ങളൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ താമസിച്ചുകൊണ്ടിരുന്നവരാ. ഇന്ന് നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ അടുത്തുണ്ടോ? ഉണ്ടോ? എത്ര സഹോദരങ്ങളുണ്ട് നമ്മുടെ അടുത്ത്, തൊട്ടടുത്ത്? എത്ര കുടുംബങ്ങളുണ്ട്? ചേട്ടനിയന്മാർ ഓടി വന്ന് ഒരു പനി വന്നു കഴിഞ്ഞാൽ, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഓടി എത്താവുന്ന രീതിയിൽ എത്ര കുടുംബങ്ങളുണ്ട് സഹോദരങ്ങളുടെ? ചിന്തിച്ചു നോക്കുക. ഈ വചനം ശരിയാണോ അല്ലയോ? ദേശത്ത് നിന്ന് തന്നെ അവർ വിച്ഛേദിക്കപ്പെട്ട് എങ്ങോട്ട് പോയി? ദൂരെ ദൂരെ ഇടങ്ങളിലേക്ക് പോയി, അല്ലേ? ഇന്നൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ
ഫോൺ എടുക്കാൻ പോലും ചിലപ്പോൾ അവരുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് എത്താൻ പറ്റത്തില്ല. ആ ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോകാനിടയായി. എന്താണ് കാരണം? ദൈവത്തെ വിട്ട് ആരുടെ പുറകെ പോയി? അന്യ ദൈവങ്ങളുടെ ആരാധിക്കാനും പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട് അവിടേക്ക് പോയപ്പോൾ, പ്രിയപ്പെട്ടവരെ, ദൈവത്തെ നമ്മൾ തന്നെ കാണുന്നുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെയധികം നമ്മൾ ചർച്ച ചെയ്യുന്നതും ഒത്തിരിയധികം വേദനയോടെ നമ്മൾ കാണുന്നതുമായ ഒരു സംഭവമാണ് നമ്മൾ വസിക്കുന്ന ഇടങ്ങളിലേക്ക്. ഈ ഭാഗത്തേക്കും ഇതിപ്പോൾ വനത്തിൻ്റെ അടുത്തൊക്കെ ഉള്ള ഭാഗം തോന്നുന്നു. ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. മൃഗങ്ങൾ ഇറങ്ങി വരാറുണ്ടോ? ഉണ്ടോ? അപ്പുറം ഇപ്പുറമൊക്കെ വരുന്നുണ്ട്. അതെന്താ കാരണം? കഴിഞ്ഞ കുറേ നമ്മുടെയൊക്കെ ഒരു ചെറുപ്പകാലങ്ങൾ, ഒരു കുറച്ച് വർഷം, ഒരു 10-25 വർഷം ഒന്ന് പുറകോട്ട് പോയി ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നോ? ഉണ്ടോ? ഉണ്ടായിരുന്നു ബ്രദറെ? അതിന് ഇപ്പം ഇങ്ങനെ വരാൻ കാര്യം പറഞ്ഞു. ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വന്യമൃഗങ്ങളെ കടത്തിവിടും. ആരാ? സർക്കാരാണോ? അതേ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനാണോ? ആര് കടത്തിവിടുമെന്നാ പറഞ്ഞേ? ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വന്യമൃഗങ്ങളെ കടത്തിവിടും. അവിടെ ഇലക്ട്രിക് വേലി വെട്ടിയത് കൊണ്ടോ അവിടെ വലിയ ആനത്താരി ഉണ്ടാക്കിയത് കൊണ്ടോ വല്ലതും ഈ സംഗതികൾ തടയപ്പെടുമോ? ഇപ്പോൾ ഒത്തിരി എടുത്ത് ചെയ്തു നിൽക്കുന്നുണ്ടോ? രാത്രിയുടെ യാമങ്ങളിലും പകൽ സമയത്ത് പട്ടാപ്പകൽ പോലും ഇറങ്ങി വന്ന് ആക്രമിച്ച് മനുഷ്യരെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കൊന്നുകൊണ്ടിരിക്കുവാണോ? അല്ലയോ? അല്ല, വീട്ടിൽ ഇരുന്ന ആളെ പോലും വന്ന് തട്ടിയിട്ട് പോയോ? അപ്പൊ കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വന്യമൃഗങ്ങളെ കടത്തിവിടും. മറ്റാരുമല്ല കടത്തിവിടുന്നത്. ആരാണ്? കർത്താവ്. എന്തുകൊണ്ടാണ്? എൻ്റെ ദിനം 2 തിന്മ പ്രവർത്തിച്ചു, അല്ലേ? ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ചിട്ട് എങ്ങോട്ട് പോയി? സമ്പത്തിൻ്റെ പുറകെ, സ്ഥാനമാനങ്ങളുടെ പുറകെ, അധികാരത്തിൻ്റെ പുറകെ എല്ലാം പോയപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളിലേക്കും ആര് കണ്ണോടിക്കണം? മറ്റ് സമൂഹത്തെ വിട്ടേരെ ക്രിസ്ത്യാനി കണ്ണോടിക്കണോ വേണ്ടയോ? എന്തുകൊണ്ടാണ് കർത്താവേ ഞങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ ദേശത്ത് ഇത് സംഭവിക്കുന്നത് എന്ന് ക്രിസ്ത്യാനി ചിന്തിക്കണമോ വേണ്ടയോ? ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചു പോയില്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ചെറുപ്പങ്ങളിലും ഒക്കെ കേട്ടുകേൾവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കേട്ടിട്ട് നമ്മൾ വായിച്ചറിഞ്ഞതും കേട്ടുകേൾവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തിനെക്കുറിച്ചാണ്? മനുഷ്യക്കുരുതി. അല്ലേ? ആണോ? ശരിയാണോ ഞാൻ പറയുന്നത്? മനുഷ്യക്കുരുതിയെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മുടെ ഈ കേരളത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വളരെ വ്യക്തമായിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് വരെയും പരസ്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ കേരള സംസ്ഥാനത്ത് സംഭവിച്ചോ ഇല്ലയോ? സംഭവിച്ചോ? കുരുതി ഉണ്ടായോ? അപ്പോൾ കർത്താവിൻ്റെ കോപം ഉണർന്നില്ലെങ്കിൽ അത്ഭുതമല്ലേ ഉള്ളൂ. മൃഗങ്ങൾ കടന്നു വന്നതിന് അത്ഭുതം വല്ലതും പറയാനുണ്ടോ? പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു നോക്കുക. കായൻ ആബേലിനെ കൊന്നുകളഞ്ഞു. കർത്താവ് കായന് മുന്നറിയിപ്പ് കൊടുത്തായിരുന്നു. എന്താ മുന്നറിയിപ്പ് കൊടുത്തേ? എന്താ പറഞ്ഞേ? കായനോട് പറഞ്ഞു, പാപം നിന്റെ പടിവാതികൽ പതിയിരിപ്പുണ്ട്, നീ അതിനെ കീഴടക്കണം, ഇല്ലെങ്കിൽ അത് നിന്നെ കീഴടക്കും. എന്ത് സംഭവിച്ചു? അതായത് മുന്നറിയിപ്പ് കൊടുത്തതാണ്. ആര്? കർത്താവ് തന്നെ മുന്നറിയിപ്പ് കൊടുത്തു. മറ്റാരുമല്ല. ഒരു ദൂതനെ അയച്ചില്ല, ഒരു പ്രവാചകനെ അയച്ചില്ല. പിതാവായി ദൈവം തന്നെ ആർക്ക് മുന്നറിയിപ്പ് കൊടുത്തു? കായേന് മുന്നറിയിപ്പ് കൊടുത്തു. മുന്നറിയിപ്പ് കൊടുത്തിട്ട് അതുപോലും അനുസരിക്കാനായിട്ട് പറ്റിയോ? പറ്റിയില്ല. ആ പാപം അവനെ കീഴടക്കി. അവൻ കൊലപാതകമായി എത്തുന്നു. ഭൂമിയിലെ ആദ്യത്തെ കൊലപാതകം. ഇന്നതിൻ്റെ തുടർച്ചയുണ്ടോ ഇല്ലയോ? ഉണ്ടോ? ഒരു ദിവസമെങ്കിലും നമ്മുടെ ഈ രാജ്യത്ത്, നമ്മുടെ ഈ ദേശത്ത് കൊലപാതകത്തിന്റെ വാർത്ത കേൾക്കാത്ത ഒരു ദിവസമെങ്കിലും ഉണ്ടോ? പ്രിയപ്പെട്ടവരെ? എന്തുകൊണ്ടാ? കർത്താവ് പറയുന്നു, ജീവജലത്തിന്റെ ഉറവയായ എന്നെ നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കണമേ. വീണ്ടും നമ്മൾ കാണുന്നു ലേവ്യർ 26-ന്റെ 25-ാമത്തെ തിരുവചനം, നിങ്ങൾ പട്ടണങ്ങളിൽ ഒന്നിച്ചു കൂടുമ്പോൾ ഞാൻ നിങ്ങളുടെ മേൽ പകർച്ചവ്യാധികൾ വരുത്തും. പകർച്ചവ്യാധിയെക്കുറിച്ചും മഹാമാരിയെക്കുറിച്ചും ഒക്കെ നമ്മൾ കേട്ട് കേൾവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലേ? ബൈബിളിലാണ് നമ്മൾ പകർച്ചവ്യാധി
മഹാമാരി ഒക്കെ വായിച്ചു കേട്ടത്. കാണാൻ ഭാഗ്യം ഉണ്ടായോ? പകർച്ചവ്യാധി വന്നു. എത്ര പേര് കടന്നുപോയി, എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ കടന്നുപോയി. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും കടന്നു പോകാതെ ഇന്നിവിടെ ആയിരിക്കുന്നേ? എന്തുകൊണ്ടായിരിക്കുന്നേ? ദൈവത്തിൻ്റെ കാരുണ്യമാണോ? ദൈവത്തിൻ്റെ സ്നേഹമാണോ? അത് പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ്? ജെറമ്യാ 29:11 കർത്താവിൻ്റെ വചനം എന്നാ പറയുന്നത്? സുപരിചിതമായ വചനമാ എല്ലാവർക്കും. എന്താ പറയുന്നത് കർത്താവ്? എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, നിന്റെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാ. എന്തിന്റെ നാശത്തിനുള്ള പദ്ധതിയല്ല എന്നാ പറയുന്നത്? ഈ ലോകത്തില് സമ്പത്ത് വെട്ടിപ്പിടിക്കാനും സ്ഥാനമാനങ്ങളും ബംഗ്ലാവും പണിത് കാറിന് വലിയ 1 കോടിയുടെ കാറിൽ സഞ്ചരിക്കുന്ന സുഖകരമായ പദ്ധതിയെ കുറിച്ചാണോ കർത്താവ് പറഞ്ഞേ? എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് അല്ലേ? നിന്റെ ക്ഷേമത്തിനുള്ള. എവിടുത്തെ ക്ഷേമമാ? എവിടുത്തെ ക്ഷേമത്തെ കുറിച്ചാണ് കർത്താവ് പറയുന്നേ? അപ്പനോടൊപ്പം, നമ്മുടെ കർത്താവായ ഈശോയോടൊപ്പം എന്നേക്കുമുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ശുഭകരമായൊരു പദ്ധതിയെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. മനസ്സിലാക്കിയിട്ടുണ്ടോ? അത് ഈ ലോകത്തിലെ നമ്മൾ സാമ്പത്തികമായി തകർന്നു, അത് ഞങ്ങൾക്ക് തിരിച്ചു തന്നു. ആ പദ്ധതി, കർത്താവിന്റെ പദ്ധതി കണ്ടോ? ആ പദ്ധതിയെ കുറിച്ചാണോ കർത്താവ് പറയുന്നേ? ആണോ? ഹല്ലേലൂയ. ഇപ്പൊ നമ്മുടെ വീട്ടില് ഭാര്യ, ഭർത്താവ്, മക്കള്. ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ജോലിയുണ്ട്, 2 പേർക്കും ജോലിയുണ്ടോ എന്ന് വിചാരിക്കാം. പെട്ടെന്നൊരു സുപ്രഭാതത്തില് ഭർത്താവിൻ്റെ ജോലി അങ്ങ് പോയി. അപ്പത്തിൻ്റെ അളവ് കുറഞ്ഞോ ഇല്ലയോ? കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളം നേർപകുതിയായിട്ട് വെട്ടിക്കുറച്ചു. ഇവിടെ സംഭവിക്കുന്നില്ലെങ്കിലും വിദേശ രാജ്യങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. അറിയാമോ? അപ്പത്തിൻ്റെ അളവ് കുറഞ്ഞോ? പിടികിട്ടിയോ? അപ്പത്തിൻ്റെ അളവ് എന്നാന്ന്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ വരുമാന സ്രോതസ്, വരുമാനത്തിൻ്റെ മേഖലയിൽ എന്ത് സംഭവിക്കും? കുറവ് വരുത്തും എന്ന് പറയുക കർത്താവ്. ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നതിന്റെ 4-1 മാറും. അപ്പൊ എങ്ങും എത്താതെ തികയാത്ത അവസ്ഥയിലേക്ക് പോകുമെന്ന് കർത്താവ് പറയുക. വീണ്ടും 26-ന്റെ 16-ാമത്തെ തിരുവചനം കൂടി ഒന്ന് എടുത്തേ. പേജ് നമ്പർ 159. പേജ് നമ്പർ 159-ന്റെ 26-ന്റെ 16. പെട്ടെന്നുള്ള ഭയവും ക്ഷയവും കണ്ണുകൾക്ക് ഹാനിയും ജീവന് തന്നെ നാശം വരുത്തുന്ന പനിയും. ശ്രദ്ധിക്കണമേ. പെട്ടെന്നുള്ള ഭയം. ഈ ഭയം എന്ന് പറയുന്നത് നമ്മളൊക്കെ കീഴടക്കാറുണ്ടോ? പെട്ടെന്ന് ഒരു ചെറിയൊരു സംഭവം ഉണ്ടായാൽ മതി, ഭയത്തിലേക്ക് പോകുന്നുണ്ടോ ഇല്ലയോ? ഉണ്ട്. പെട്ടെന്നുള്ള ഭയം. ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു, പെട്ടെന്നൊരു ഭയം. അത് എന്തിനെ കുറിച്ചാണെന്ന് പോലും പറയാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. പെട്ടെന്നുള്ള ഭയം. അടുത്തത് പറയുകയാണ് ക്ഷയം. ക്ഷയത്തിന്റെ മേഖല ഇപ്പൊ വളരെ കുറവാണ്, പക്ഷെ നേരത്തെ ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷെ കണ്ണുകൾക്ക് ഹാനി. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 2-ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 3-ാം ക്ലാസ്സിൽ പഠിക്കുന്നു ഒക്കെ കുഞ്ഞുങ്ങൾ കണ്ണാടി വയ്ക്കുന്നുണ്ടോ ഇല്ലയോ? ഉണ്ടോ? ഇവിടെ എന്നാ പറഞ്ഞ കർത്താവ്? കണ്ണുകൾക്ക് ഹാനി, അത് കാഴ്ച കുറയുന്നു. വീണ്ടും അടുത്ത തന്നെ പറഞ്ഞേ, ജീവന് തന്നെ നാശം വരുത്തുന്ന പനി. ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ? ഇപ്പൊ ഈ സമയത്ത് തന്നെ എത്രയോ പേര് അല്ലേ ഒരു പനി പിടിച്ചതേ ഉള്ളൂ അല്ലേ? ഒരു പനിയായിട്ട് ആശുപത്രി പോയതാണ്. ഞാൻ 2-3 ദിവസം മുമ്പ് മീങ്ങുന്ന ഇടവകയിൽ, എൻ്റെ ഇടവകയിൽ ഇതുപോലെ തന്നെ നല്ല ആരോഗ്യവാൻ, 70 വയസ്സുണ്ട്, പക്ഷെ ആരോഗ്യവാനായ ഒരു ചേട്ടനായിരുന്നു. പനിയായിട്ട് അഡ്മിറ്റ് ചെയ്തതാണ്. കഴിഞ്ഞ ദിവസം അടക്കമായിരുന്നു. ഈ വചനം എന്നാ പറഞ്ഞ്? പെട്ടെന്നുള്ള പനിയും പനി മൂലം എന്നാ പറയുന്നത്? ജീവന് തന്നെ ഹാനി സംഭവിക്കുന്നുണ്ടോ? നമുക്കറിയാം, ലോകത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു അലക്സാണ്ടർ ചക്രവർത്തി. കേട്ടിട്ടുണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്നതല്ലേ? അലക്സാണ്ടർ ചക്രവർത്തി എങ്ങനെ മരിച്ചെന്നാ നമ്മൾ കേട്ടിട്ടുള്ളത്? എങ്ങനെ മരിച്ചെന്നാ കേട്ടിട്ടുള്ളത്? എല്ലാ ദേശങ്ങളും കീഴടക്കി, രാജ്യങ്ങളെയും കീഴടക്കി വന്നിട്ട് ആഹ്ലാദിച്ച് വെള്ളത്തിലിറങ്ങി കുളിച്ചതാണെന്നാണ് പറഞ്ഞത്. ഒരു പനി പിടിച്ചതേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ആണോ? ശരി, കൃത്യമായിട്ട് ഞാൻ അങ്ങനെ കേട്ടിട്ടുള്ളത്. ശരിയാണോ? ഒരു പനി പിടിച്ചോളെന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇപ്പൊ കർത്താവിനെ ഉപേക്ഷിക്കുന്നവരെ സംബന്ധിച്ചുള്ള ഈ കാര്യങ്ങൾ എല്ലാം നമ്മൾ കേട്ടു. നമ്മുടെ ക്രിസ്തീയ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് ഇതെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവ് നമ്മളെക്കുറിച്ച് പറയുകയാണ്, നീ തിരിച്ചു വന്നാൽ
എൻ്റെ സന്നിധിയിൽ നിന്നെ പുനഃസ്ഥാപിക്കാം. തിരിച്ചു വന്നാൽ അപ്പം ഈ ആർക്ക് വിട്ടേക്കുവാണ് അതിൻ്റെ തീരുമാനം? ആരാണ് തീരുമാനമെടുക്കണ്ടേ? പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നമുക്കറിയാം. മനുഷ്യ ജീവിതത്തിന് ആവശ്യമാണ്, സമ്പത്ത് ആവശ്യമാണ്, ഈ ലോകത്തിൽ ജീവിക്കാൻ ഇതെല്ലാം ആവശ്യമാണ് എന്നൊക്കെ പറയുമ്പോഴും ഈ കാര്യത്തിൽ മാത്രം നമ്മൾ വ്യഗ്രത വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ചെന്ന് വീഴുന്ന ചില കെണികളെ കുറിച്ചാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ ആ കെണികളിലെല്ലാം വീണ് നമ്മൾ രക്ഷപ്രാപിക്കാൻ കഴിയാതെ മുന്നോട്ടുള്ള ജീവിതം ദുസ്സഹമായ അവസ്ഥയിലൂടെ, രോഗദുരിതങ്ങളിലൂടെ, കഷ്ടനഷ്ടങ്ങളിലൂടെ, തിന്മയുടെ സ്വാധീനങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ കർത്താവ് പറയുകയാണ്, യെരമ്യാ പ്രവചനം 16:19 തിരുവചനത്തിലൂടെ കർത്താവ് പറയുകയാണ്, നീ തിരിച്ചു വന്നാൽ എൻ്റെ സന്നിധിയിൽ നിന്നെ പുനഃസ്ഥാപിക്കാമെന്ന്. പ്രിയപ്പെട്ടവരെ, എങ്ങോട്ടാ തിരിച്ചു വരണ്ടേ? കർത്താവിലേക്ക്. നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞ ജീവന്റെ ഉറവയായ കർത്താവിലേക്ക് തിരിച്ചു ചെല്ലണം. തിരിച്ചു ചെന്നാൽ എൻ്റെ കർത്താവേ, ധൂർത്തപുത്രൻ എന്താ ചെയ്തേ? പന്നിക്ക് കൊടുക്കുന്ന തവിട് പോലും കിട്ടാതെ വിഷമിച്ച് അവൻ ഇങ്ങനെ ഇരുന്നപ്പോൾ അവന് എന്തുണ്ടായിന്നാ നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നേ? അവന് സുബോധമുണ്ടായപ്പോൾ അവൻ എന്നാ പറഞ്ഞു? അവൻ ചിന്തിച്ചെന്താണ്? ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക് പോകും, ഞാൻ എൻ്റെ അപ്പനോട് പറയും, നിനക്കെതിരായി നമ്മുടെ കുടുംബത്തിലേക്ക് അല്ലേ ഞാൻ തെറ്റി ചെയ്തു പോയി, നിന്റെ മകനെന്ന് വിളിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കർത്താവിനോട് പറയുമെന്നേ പറഞ്ഞോളൂ. പറയാൻ അവസരം കിട്ടിയില്ല. അവൻ അങ്ങനെ ചിന്തിച്ചിട്ട് അവൻ എന്താ ചെയ്തേ? അവിടെ നിന്ന് എഴുന്നേറ്റ് എങ്ങോട്ട് നടന്നു? ഒന്ന് തിരിച്ച് നടന്നോ ഇല്ലയോ? അവൻ എങ്ങോട്ട് നടന്നു? തിരിച്ച് ആരുടെ അടുക്കലേക്ക് നടന്നേ? അപ്പന്റെ അടുക്കലേക്ക് നടന്നു. നമ്മുടെ അപ്പനാരാ അല്ലേ? സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ്, നമ്മുടെ ഈശോ അല്ലേ? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നമ്മുടെ അപ്പനാ. അപ്പന്റെ അടുക്കലേക്കൊന്ന് തിരിച്ചു നടക്കാൻ കർത്താവ് നമ്മളോട് പറയാ, നീ തിരിച്ചു വന്നാൽ നിന്നെ ഞാൻ എൻ്റെ സന്നിധിയിൽ പുനഃസ്ഥാപിക്കാം. പ്രിയപ്പെട്ടവരെ, ഒന്ന് തിരിച്ചു നടക്കാനായിട്ട് കർത്താവ് നമ്മളോട് പറയുകയാണ്. അവസാനമായിട്ട് കർത്താവ് നമ്മളോട് പറയുക, നിയമാവർത്തനം 28-ാം അധ്യായത്തിൽ അവിടുന്ന് പറയുകയാണ്, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവം ശ്രവിക്കുവിൻ, നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ മക്കൾക്കും സന്തതികൾക്കും എന്നേക്കും നന്മയുണ്ടാകും. തിരിച്ചു വന്ന് കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കാൻ തുടങ്ങിയാൽ കർത്താവ് വാഗ്ദാനമായി തരികയാണ്, നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ സന്തതികൾക്കും നന്മയുണ്ടാകുമെന്ന്. ഈ നന്മ വേണോ പ്രിയപ്പെട്ടവരെ? വേണം. പ്രിയപ്പെട്ടവരെ, നമ്മളാരും വിഗ്രഹാരാധനയിലോ അന്യദൈവ ആരാധനയിലോ ആണോ ഒന്നും സ്ഥാപിക്കാനായിട്ടല്ല കേട്ടോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നമ്മളോട് സംസാരിച്ചത്. എവിടെയെങ്കിലും നമുക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ, തെറ്റ് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ കർത്താവ് പറയുക, ഒന്ന് തിരിച്ചു പോവാ മകനെ, തിരിച്ചു പോവാ മകളെ എന്ന്. പ്രിയപ്പെട്ടവരെ, ആ ഒരു തിരിച്ചു വരവ് കാത്തിരിക്കുന്ന സ്നേഹനിധിയായ ഒരു അപ്പനുണ്ട് നമുക്ക്. നമ്മളെ വരവും കാത്ത് കണ്ണിൽ എണ്ണയൊഴിച്ച് നമ്മൾ പഴഞ്ചൊല്ല് പറയുന്നത് പോലെ കാത്തിരിക്കുന്ന ഒരു അപ്പനുണ്ട് നമുക്ക്. ആ അപ്പൻ്റെ സന്നിധിയിലേക്ക്, അപ്പാ തെറ്റ് പറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു ചെല്ലുന്ന ഒരു മകനെ നോക്കി, ഒരു മകളെ നോക്കി കാത്തിരിക്കുന്ന അപ്പൻ്റെ സന്നിധിയിലേക്ക് അപ്പൻ നമ്മളെ മാടി വിളിക്കുക, മകനെ, മകളെ, നിനക്ക് തെറ്റ് പറ്റിയോ? സാരമില്ല. നീ വീണ് പോയോ? സാരമില്ല. ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ വിജയകരമായ വലത്ത് കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. കർത്താവ് പറയുക, യെശയ്യാ പ്രവചനം 43-ാം അധ്യായത്തിൽ. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മൾ ഒരു കാലത്ത് ഉപേക്ഷിക്കുന്നവനല്ല. എന്ന് പറയുക, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, പ്രിയങ്കരനാ, അമൂല്യനാണ്. കർത്താവ് പറയുക, പ്രിയപ്പെട്ടവരെ, ആ അമൂല്യ സ്നേഹം, ആ നമ്മളെ ചേർത്ത് പിടിക്കുന്ന കർത്താവിൻ്റെ സ്നേഹം നുകരാനായിട്ട് എപ്പോഴും അവിടുത്തോട് ചേർന്ന് ജീവിച്ചുകൊണ്ട് അവിടുന്ന് നൽകി വാഗ്ദാനം പ്രാപിക്കാനായിട്ട് അവിടെ നമ്മളെ വിളിക്കുക. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവ്വം ശ്രവിക്കുകയും. പ്രിയപ്പെട്ടവർ, നമുക്ക് കൽപ്പനകളായിട്ട് കർത്താവ് നൽകിയിട്ടുണ്ട്. ശ്രദ്ധാപൂർവ്വം ശ്രവിച്ചിട്ട്
നമ്മൾ അനുസരിക്കാൻ തുടങ്ങുമ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് ശേഷം, നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ സന്തതികൾക്കും എന്നേക്കും നന്മയുണ്ടാകും. പ്രിയപ്പെട്ടവർ, ഈ നന്മ നമുക്ക് പ്രാപിക്കണ്ടേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഏതെങ്കിലും മേഖലയിൽ വീഴ്ചകളോ തെറ്റുകളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ അതിനു വേണ്ടിയാണ് നമുക്ക് നമ്മുടെ തിരുസഭ ഒരു കുമ്പസാരക്കൂട് നൽകിയിരിക്കുന്നത്. മറ്റൊരു സഭയ്ക്കുമില്ലാതെ, മറ്റൊരു സമുദായത്തിനുമില്ലാതെ പാപങ്ങളെ കഴുകിക്കളഞ്ഞ് അപ്പൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലാനായിട്ട് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന ഏറ്റവും നല്ലൊരു കൂദാശയാണ് വിശുദ്ധ കുമ്പസാരം. ആ കുമ്പസാര കൂട്ടിലേക്ക് കടന്നു ചെന്ന്, ആ ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്ന അപ്പൻ അവിടെ ഉണ്ട്. നമ്മുടെ വികാരിയച്ഛൻ്റെ രൂപത്തിൽ, നമ്മുടെ കൊച്ചച്ഛൻ്റെ രൂപത്തിൽ നമ്മളെ കാത്തിരിക്കുന്ന ഒരു അപ്പൻ അവിടെ ഉണ്ട്. ആ അപ്പൻ്റെ ശ്രദ്ധയ്ക്ക് കടന്നു ചെന്നിട്ട് പറയണം, അപ്പാ തെറ്റുപറ്റിപ്പോയി. ദൈവസ്ഥാനത്തിലേക്ക് മടങ്ങിച്ചെല്ലാൻ നമ്മൾ താമസിക്കരുത്. അതിനാൽ ദൈവസ്ഥാനത്തിലേക്ക് പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. കണ്ണുകളെ നടയ്ക്കാം.